എന്നാൽ നമ്മൾ പകൽ സമയങ്ങളിൽ കിടന്നുറങ്ങി രാത്രി സമയങ്ങളിൽ ഉറങ്ങാതെ ജീവിക്കുന്നവരാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിന്റെ ഓർഡർ തന്നെ തെറ്റുകയാണ്. നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെടുകയാണ്. നമ്മുടെ ചെറുപ്പത്തിലെ നമ്മുടെ യുവത്വം നഷ്ടപ്പെടുകയാണ്. അങ്ങനെ പ്രായാധിക്യം നമ്മുടെ മുഖത്ത് കാണാൻ തുടങ്ങുന്നത് ഉറക്കം നഷ്ടപ്പെടുമ്പോഴാണ്. അതുകൊണ്ട് മൊബൈൽ ഫോണെല്ലാം മാറ്റിവെച്ചിട്ട് വളരെ നേരത്തെ കിടന്നുറങ്ങി തഹജ്ജുദിന്റെ സമയം ഒരമണിക്കൂർ മുമ്പെങ്കിലും എണീറ്റ് അള്ളാഹുവിനോട് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് ദുആ ചെയ്ത നിന്റെ ഭർത്താവിന്റെ പ്രശ്നങ്ങൾ അല്ലാഹു പരിഹരിച്ചു തരൂലേ? നിന്റെ ഭാര്യയുടെ പ്രശ്നങ്ങൾ അല്ലാഹു പരിഹരിച്ചു തരൂലേ? എന്താണ് ആ സമയത്തിന്റെ പ്രത്യേകത? ആകാശ ലോകങ്ങളിൽ നിന്ന് 1-ാം ആകാശത്തേക്ക് അല്ലാഹു ഇറങ്ങി വരുന്ന സമയമാണത്. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഞാൻ ഉത്തരം തരാം. ഹൽമിൻ സായിലിൻ, എന്തെങ്കിലും എന്നോട് ചോദിക്കാനുണ്ടോ? ഞാൻ ഉത്തരം തരാം. എന്നോട് ദുആ ചെയ്യാനുണ്ടോ? ഞാൻ ഉത്തരം തരാം. എന്നോട് അഭയം തേടാനുണ്ടോ? ഞാൻ അഭയം തരാ. എന്താ നിങ്ങൾക്ക് വേണ്ടത്? അത് നിങ്ങൾ എന്നോട് ചോദിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് 1-ാം ആകാശത്തിലേക്ക് അല്ലാഹു തആല ഇറങ്ങി വരുന്ന സമയമാണ് തഹജ്ജുദിന്റെ സമയം എന്ന് പറയുന്നത്. ചെറുപ്പക്കാരെ, രോഗങ്ങളുടെ ശമനത്തിന് ദുആ ചെയ്തോളൂ. ജോലി കിട്ടാൻ ദുആ ചെയ്തോളൂ. പരീക്ഷകളിലുള്ള വിജയങ്ങൾക്ക് ദുആ ചെയ്തോളൂ. നല്ല ഭാര്യയ്ക്ക് വേണ്ടി ദുആ ചെയ്തോളൂ. നല്ല ഭർത്താവിന് വേണ്ടി ദുആ ചെയ്തോളൂ. കല്യാണം കഴിഞ്ഞവർ ചെയ്ത ഭാര്യ, അല്ലാഹു നമ്മൾക്ക് തന്ന ഭാര്യ, ആ ഭാര്യ കൺകുളിർമയുള്ള ഭാര്യയാവാൻ ദുആ ചെയ്തോളൂ. കല്യാണം കഴിഞ്ഞ പെണ്ണ്, അല്ലാഹു എനിക്ക് തന്ന ഭർത്താവിനെ കൺകുളിർമയുള്ള ഭർത്താവാക്കാൻ ദുആ ചെയ്തോളൂ. കാരണം ഒരു വിശ്വാസിയുടെ ആയുധം എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? അല്ലാഹു ഉത്തരം തരുമെന്നുള്ള പ്രതീക്ഷയോടെ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുക, ഭാര്യയ്ക്ക് വേണ്ടി ദുആ ചെയ്യുക, ഭർത്താവിന് വേണ്ടി ദുആ ചെയ്യുക, മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണം, കുടുംബക്കാർക്ക് വേണ്ടി ദുആ ചെയ്യണം. അങ്ങനെ ആ പ്രാർത്ഥന അല്ലാഹു കൈയൊഴിയൂല. ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരാതിരിക്കാൻ അല്ലാഹുവിന് കഴിയില്ല. അതുകൊണ്ട് സുബഹി നിസ്കാരത്തിന്റെ അരമണിക്കൂർ മുമ്പുള്ള സമയം വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ സമയത്തുണരാൻ കഴിഞ്ഞാൽ, ദിവസവും ആ സമയത്തുണരാൻ കഴിഞ്ഞാൽ, അല്ലാഹു തആല തെറ്റുകളിൽ നിന്ന് പോലും അയാളെ സംരക്ഷിക്കുക തന്നെ ചെയ്യും. തെറ്റുകളിൽ നിന്ന് പോലും അല്ലാഹു സംരക്ഷിക്കും. നിരന്തരമായി തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളുകളെ തെറ്റുകളിൽ നിന്ന് അല്ലാഹു സംരക്ഷിക്കും. എന്നാൽ തെറ്റ് ചെയ്യുന്ന ആളുകൾക്ക് തഹജ്ജുദ് നിസ്കരിക്കാൻ കഴിയില്ല.